ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുല്യവേതനം നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ സിനിമ മാത്രമായി പ്രത്യേക മാർഗരേഖ തയ്യാറാക്കില്ല. ഇതിന് പരിമിതിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത്. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ആശ്വാസകരമല്ലാത്ത പ്രവൃത്തികൾ തടയണം, ലൈംഗിക അതിക്രമങ്ങൾ തടയണം. അതിനെല്ലാം ഇപ്പോൾ തന്നെ ക്രമസമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയും, ഇടപെടുന്നുമുണ്ട്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാടിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സ്വകാര്യ വ്യക്തി വിവരങ്ങളും പുറത്തുവിടുന്നെന്ന് ജസ്റ്റിസ് ഹേമ നിരവധി തവണ കത്തിലൂടെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. റിപ്പോർട്ടിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പുറത്തുനിന്നും ഒരു സ്റ്റെനോഗ്രാഫറെ പോലും വെക്കാതെ സ്വന്തമായിട്ടാണ് ഈ റിപ്പോർട്ട് മുഴുവൻ തയ്യാറാക്കിയത്. ആ അടിസ്ഥാനത്തിൽ തന്നെ സർക്കാരിന് ആ ജസ്റ്റിസിനോട് അല്ലെങ്കിൽ ആ കമ്മിറ്റിയോട് നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടാത്തത്. സർക്കാർ ഒരിടത്ത് പോലും അല്ലെങ്കിൽ സർക്കാർ ഒരു സ്ഥലത്ത് പോലും ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. നിരന്തരമായിട്ട് കമ്മീഷന്റെ ആവശ്യപ്രകാരം ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള ന്യായീകരണം. അതോടൊപ്പം തന്നെ 2017 റിപ്പോർട്ട് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നതും 2019 റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ച് 4 വർഷം പിന്നിട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാത്ത സാഹചര്യം വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായി മുന്നോട്ട് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ജസ്റ്റിസും അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻ ഉണ്ടായിരുന്ന മുൻ നടി കൂടിയായ ശാരദയോടും ഈ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചപ്പോൾ അവർ നിരവധി തവണ ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, ഈ തുല്യവേതനം എന്ന രീതി സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പ്രൊഫഷണലുകളുടെ ശമ്പളം തുല്യമായിട്ട് നൽകാൻ സാധിക്കില്ല. ഓരോ പ്രൊഫഷൻ അല്ലെങ്കിൽ സിനിമ എന്ന പ്രൊഫഷന് ഒരുപക്ഷെ കൂടുതൽ കാലത്തെ സേവന കാലയളവും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് മുൻനിർത്തി വേതനം നൽകേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു തുല്യവേതനം എന്ന കോൺസെപ്റ്റ് നടത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തുല്യവേതനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗരേഖ തയ്യാറാക്കാനും സാധിക്കില്ല. അത്തരത്തിൽ സിനിമയ്ക്ക് മാത്രമായിട്ടൊരു മാർഗരേഖ എങ്ങനെ തയ്യാറാക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ശരി ടിൻഡു, വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.